എവ്രിവൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായി വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ പറയാനെന്ന് വെച്ചാൽ സ്റ്റഡി വ്ലോഗ് ചെയ്യുന്നതാണ്. സത്യം പറയാമല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അധികം സ്റ്റഡിയൊന്നും നടന്നിട്ടില്ല. കൂടുതൽ റെക്കോർഡ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോസൊന്നും എടുക്കാത്തത്. പിന്നെ ആ റെക്കോർഡ് വരയ്ക്കുന്നതൊന്നും ആ ടൈമിൽ വീഡിയോ എടുക്കാനുള്ളൊരു സിറ്റുവേഷനൊന്നും മൈൻഡിൽ ഫീൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേയിൽ, അതായത് കെമിസ്ട്രി ലാബിൻ്റെ ഞങ്ങൾക്കൊരു PDF ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സാൾട്ട് അനാലിസിസിൻ്റെ. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുത്ത് പഠിച്ചുകൊണ്ടൊക്കെ വരണമെന്ന് പറഞ്ഞു. ഒരുവിധമൊക്കെ നോക്കിയിട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ട് അത് കയറ്റാം. ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പഠിക്കണമല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചത് ക്ലോറൈഡിൻ്റെ കൺഫർമേഷൻ ആയിരുന്നു, അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പിന്നെ അകത്ത് നിന്ന സമയത്ത് ചെറിയ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇത് ചെയ്താൽ കിട്ടോ, ഇതെങ്ങനെയാണ്, ഈ ടെസ്റ്റ് ട്യൂബ് താഴെ പൊട്ടോ, അങ്ങനെ കുറച്ചൊരു ഇത്. പിന്നെ ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്ക് കാർബണേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടി. എനിക്ക് ബാക്കി ആനയോണ്ടൊന്നും ട്രൈ ചെയ്ത് നോക്കേണ്ടി വന്നില്ല. പക്ഷെ എന്നാലും ആദ്യം ഈ ഡൈല്യൂട്ട് HCl എടുത്ത് ഇങ്ങനെ ഒഴിക്കാൻ നിർത്തി ഇതിന് കയ്യിൽ വീഴും. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഡൈല്യൂട്ട് ആയതുകൊണ്ട് സീനൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പിന്നെ ഒരുവിധം ചെയ്തു വന്നപ്പോൾ ഓക്കെ ആയി. പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കിട്ടിയ ആ ഒരു നമുക്ക് ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഈ ഒബ്സർവേഷൻ്റെ ഇതിൽ കിട്ടിയ ആ ഒരു സൊല്യൂഷനിലോട്ട് തന്നെ ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നില്ല. അപ്പം ഞാനെന്ത് വെച്ചാൽ ഒബ്സർവേഷൻ കിട്ടി, പിന്നെ കൺഫർമേഷൻ ആയപ്പോൾ പോയി എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെയ്തു. അപ്പോൾ എനിക്ക് ഓക്കെ കിട്ടി. അതായത് ആ സൊല്യൂഷൻ മാറ്റിയിട്ട് ഒന്നേന്ന് സാൾട്ട് ഇട്ട് ബേരിയം ക്ലോറൈഡ് ചെയ്തപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തന്നെ വന്നു. പിന്നെ അതിൽ നിന്ന് ഗ്രൂപ്പ് കണ്ടുപിടിച്ചു. ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. എനിക്കെല്ലാം സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയിട്ടോ. അതായത് എനിക്ക് ഗ്രൂപ്പ് 0 അത് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അത് ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് 0 ആണോ എന്നുള്ളത് ഒന്നുകൂടെ ഇതാക്കാൻ വേണ്ടിയിട്ട് അമോണിയത്തിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ കിട്ടി. അതിൻ്റെ കൺഫർമേഷൻ എനിക്ക് സാൾട്ടിൻ്റെ അളവ് ഞാൻ എടുത്ത് കൂടിപ്പോയതുകൊണ്ട് എനിക്ക് അത്ര ഇതിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, റെഡിഷ് ബ്രൗൺ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞ് ഞാൻ കുറച്ച് സൊല്യൂട്ട് കുറച്ചെടുത്തപ്പോൾ പക്ഷെ എന്നാലും ഇത്രയും ഡേ എന്ന് വെച്ചാൽ ഈ ലാബ് ഇതിലൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഫസ്റ്റ് തന്നെ എല്ലാ സ്റ്റെപ്പും കിട്ടിയപ്പോഴത്തേക്കും ഒരു സമാധാനമൊക്കെ ഓക്കെ ഉണ്ട്. ബോട്ടണി ഞാൻ എല്ലാം വരച്ചൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനി എഴുതാൻ കുറച്ചുണ്ട്. സുവോളജി ഞാൻ ഇന്നലെ വരച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഗൈസ്, ഇപ്പോൾ ഇതാണ് എൻ്റെ കെമിസ്ട്രി റെക്കോർഡ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഇതിൻ്റെ കറക്റ്റ് ഫിഗേഴ്സിൻ്റെ പ്ലേസിലല്ല ഞാൻ എഴുതി വന്നേക്കുന്നത്. എനിക്ക് നോർമലി എഴുതുന്നത് ഞാൻ ചെറുതായിട്ട് എഴുതുന്നുണ്ടേ, കുറച്ച് സ്പേസ് ഇവിടെ എക്സ്ട്രാ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അങ്ങനെ എഴുതാൻ പാടില്ലെന്ന്. പക്ഷേ ടീച്ചർ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഫിഗേഴ്സൊക്കെ മാറ്റിയൊന്നും വരയ്ക്കേണ്ടി വന്നില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കെമിസ്ട്രി റെക്കോർഡ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് ലാബിലുള്ളത് കാര്യങ്ങളൊക്കെ അപ്പോൾ എഴുതാനുള്ളത് കാണത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതുവരെ വേറെ PDF ഒന്നും അയച്ചിട്ടില്ല. വീഡിയോ എടുക്കാത്തതിൻ്റെ റീസണായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു ബോട്ടണി റെക്കോർഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കുത്തിയിരുന്ന് വരച്ചതാണ്. സത്യം പറയാൻ എനിക്ക് വരയ്ക്കാൻ നല്ല പാടാണ്. കാര്യം എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. ആ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാടായിരുന്നു കേട്ടോ ഈ പടമെല്ലാം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ എല്ലാം വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എഴുതാനുള്ളതേ ഉള്ളൂ. അതെന്തായാലും ഈ ശനി ഞായറുകൊണ്ട് നമുക്ക് എഴുതി തീർക്കാം. എഴുതുന്നത് എനിക്ക് അത്ര ടാസ്ക്കുള്ള പരിപാടിയല്ല, പക്ഷേ വരയ്ക്കുന്നത് എന്നെക്കൊണ്ട് നല്ല പാടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൽ പല പടങ്ങളും കാണുമ്പോൾ എനിക്ക് ആലോചിക്കും, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമുക്ക് ഏകദേശം ഷേപ്പ് വന്നാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓരോന്നൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. ഇതൊക്കെയാണിപ്പോൾ വരച്ചത്. ഇത് ഞാൻ വരയ്ക്കാത്ത നമ്മളടുത്ത് ഇത് വരയ്ക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് കൺഫേം ആക്കിയിട്ട് ആ പേജ് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ഇനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പം കുറച്ചുള്ളത് എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ബയോടെക്നോളജിയുടേത് നമ്മൾ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒട്ടിക്കാനുള്ളത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്കിന്ന് ഒട്ടിക്കണം. അടുത്തതാണ് സുവോളജി റെക്കോർഡ് കേട്ടോ. ഇതത്ര ബെറ്റർ ആണെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്ക് എന്നാലും വരച്ചതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ലാസ്റ്റ് കുഴപ്പമില്ല എന്നൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ച് പടമൊക്കെ വരച്ചിട്ടുള്ളൂ, എല്ലാമൊന്നും വരച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇന്നലെ ഒറ്റ ഇരിപ്പിൽ എനിക്ക് ബോട്ടണിയൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ റെക്കോർഡ് വരയ്ക്കാൻ തോന്നി, അങ്ങനെ വരച്ചതാണ്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം ഒന്ന് വരച്ചു. എനിക്ക് തോന്നുന്നു ഞാനിതിൽ ഇതുവരെയാണ് വരച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഫ്രോഗ് തൊട്ട് അങ്ങോട്ട് ഇനി വരയ്ക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ 2 ഡേയിൽ പറ്റുന്ന അത്രയും വരയ്ക്കാം. നമ്മൾ
ഇങ്ങനെ ഈ റെക്കോർഡൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാഴ്ച എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തത്. ഞാൻ അത്ര നല്ല രീതിയിൽ വരയ്ക്കുന്ന വ്യക്തിയൊന്നുമല്ല, പക്ഷേ എന്നാലും എൻ്റെ മാക്സിമം എടുത്ത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പടമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറേ പേര് സ്റ്റഡി വ്ലോഗ് ചെയ്യാൻ പറയുന്നുണ്ട്. അവരുടെ സ്റ്റഡിയിൽ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് നമുക്ക് വീഡിയോസൊക്കെ ഇടാം. എനിക്കും അത് പേഴ്സണലി ഹെൽപ്പ് ആവുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് 1 വീക്ക് ഞാൻ ക്ലാസ് കാണാം, അത് കൂടുതൽ ടൈം ഈ റെക്കോർഡിനൊക്കെ കൊടുത്തുകൊണ്ടാണ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. എന്തായാലും നാളെ തൊട്ട് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമോ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് പോർഷൻസൊക്കെ എവിടം വരെ ആയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ ചാപ്റ്ററൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ചാപ്റ്റർ തീർന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 2 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും തീർന്നു, 3rd ചാപ്റ്ററും തീർത്തു. ഇപ്പോൾ 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ജൂലൈ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ 20 മാർക്കിൻ്റെ അതൊക്കെ കഴിഞ്ഞ് പാരൻസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം സ്റ്റഡിയിലോട്ട് ടൈം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് നേരം ചില്ലായിട്ടിരിക്കാം. കാര്യം പിന്നെ കുറച്ച് റെക്കോർഡിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സൈലത്തിൻ്റെ ലാസ്റ്റത്തെ 2 പാർട്ടും നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നീറ്റിൻ്റെ. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് പഠിത്തം എന്ന് വെച്ചാൽ നാളെ ശനിയായിരുന്നു, 2 ദിവസം അവധി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിനായിട്ട് അത്ര എഫേർട്ട് ഇടണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.